ഇത് നമ്മുടെ ഭരണകക്ഷി എഴുതി കൊടുക്കുന്ന പ്രസംഗമാണ് ഗവർണർ വായിക്കുന്നത്. അദ്ദേഹത്തെ അതിന് കുറ്റം പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് വേറൊന്നും ചെയ്യാൻ കഴിയില്ല, അത് വായിക്കാൻ മാത്രമേ പറ്റൂ. അപ്പോൾ അവർ തന്നെ എഴുതിയത് ഞങ്ങളെ സുവർണ്ണകാലമാണെന്നാണ്. അവരുടെ ഉമ്മൻചാണ്ടിയുടെയും കമ്പനിയുടെയും സുവർണ്ണകാലമാണ്. അത് നല്ല ഈ നമ്മളെ മത്സ്യത്തൊഴിലാളികൾ ചാകര എന്ന് പറയാറില്ലേ, അതുപോലത്തെ ഒരു കാലമായിട്ട് അവർക്കിത് കണ്ടിട്ടുണ്ട്. അതാണ് ആ സുവർണ്ണകാലം. പാവപ്പെട്ട ആളുകളുടെ സ്ഥിതി നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഈ പറഞ്ഞ മെട്രോ ഏതെങ്കിലും മുഖ്യമന്ത്രി ഒരു ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ടോ എവിടെയെങ്കിലും? എത്ര മെട്രോ സർവീസുകൾ ഏതെല്ലാം ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗത്ത് വരുന്നു? ആരെങ്കിലും അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോകും? അത് ശരിക്കും ഓടുമെന്ന് നോക്കുന്നതല്ലോ ട്രയൽ റൺ എന്ന് പറയുന്നത്. അത് ഉദ്ഘാടനം ചെയ്ത ആളല്ലേ നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇപ്പോൾ എവിടെയെങ്കിലും എത്തിയോ? അത് ഇപ്പോഴും എറണാകുളത്തെ കൂടി സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് കാണാമല്ലോ ഒഴിവുള്ള സ്ഥലം. എതിരെയാണ് ഈ മെട്രോ ഓടുക എന്ന് പറയുന്നത്. തൂണ് മാത്രമായിട്ട് കിടക്കുന്ന സ്ഥലമില്ലേ ഒരുപാട്. ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് ഈ സപ്ലൈകോയെ പറ്റി പറഞ്ഞെങ്കിൽ. അതിപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത്. കാരണം നാട്ടിലെല്ലാവർക്കും അറിയാം അവരുടെ ഒന്നും നാട്ടിൽ നടക്കുന്നില്ല എന്നുള്ളത്. അതും ഒരു മേന്മയായിട്ട് അവകാശപ്പെട്ടെങ്കിൽ ഇങ്ങനെയേ മേന്മ അവകാശപ്പെടാനുള്ളൂ എന്നുള്ളതാണ് നില. അതുകൊണ്ട് വരുന്നതാണ്.